അതെ, ഞാനിന്ന് ചിക്കൻ വിന്താലോണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. നമുക്കിത് ബീഫിലായാലും നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം നമ്മൾ ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്പൈസസുകളൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കുരുമുളക്, പട്ട, ഗ്രാമ്പു, ഏലക്കായ, അതുപോലെ തന്നെ കുറച്ച് ഉലുവ, പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ കുറച്ച് പച്ചമല്ലി, കുറച്ച് വറ്റൽ മുളകും കൂടി ചേർത്ത് നല്ലവണ്ണം നമുക്കിത് റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം, ചൂടാറാൻ വേണ്ടിയിട്ട് കേട്ടോ. മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളിയും, പിന്നെ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച സ്പൈസസുകളുണ്ടല്ലോ അതും കുറച്ച് കടുകും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് അരയ്ക്കുന്നത് നമ്മുടെ സുറുക്കയിലാണ് കേട്ടോ. സുറുക്ക ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ആദ്യം ഒന്ന് അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് നമ്മുടെ അരപ്പ് കുറച്ച് എടുക്കുന്നുള്ളൂ, ബാക്കി നമ്മൾ മസാലയിലാണ് ചേർക്കുക. അപ്പോൾ ചിക്കനിലേക്ക് ചേർത്തിട്ട് അതൊന്ന് ഒരു 3/4 മണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുനുകുനായി അരിഞ്ഞ സവോളയും അതുപോലെ തന്നെ പച്ചമുളക് നടുകീറിയിട്ടാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അതും കൂടി ഇട്ട് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച മസാല ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. നന്നായി വഴന്നതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി നല്ലവണ്ണം വഴറ്റിയെടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് ചുറ്റിയിട്ടാണ് കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഓൾറെഡി ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഏകദേശം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ലവണ്ണം മെഴുക്ക് പിരിഞ്ഞ് വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ചിക്കൻ ഇവിടെ നല്ലവണ്ണം വേവിച്ചെടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.